നമസ്കാരം. എല്ലാവർക്കും സ്പിരിച്വൽ ലൈഫിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. രാമായണത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം എല്ലാവരുടെയും മനസ്സിൽ ശ്രീരാമൻ്റെ ചിത്രം തെളിയും. മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായാണ് ശ്രീരാമനെ നമ്മൾ ആരാധിക്കുന്നത്. പുരാണങ്ങളിലും വേദഗ്രന്ഥങ്ങളിലുമെല്ലാം അദ്ദേഹത്തിൻ്റെ മഹത്വം പരാമർശിക്കുന്നുണ്ട്. മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ 7ാമത്തെ അവതാരമാണ് ശ്രീരാമൻ. രാമൻ്റെ നാമം എത്ര മനോഹരമാണോ അത്ര തന്നെ പ്രധാനമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കഥകളും. ത്രേതായുഗത്തിൻ്റെ പരിപാലകനായ ശ്രീരാമനെ ഭക്തർ പൂർണ്ണ ഭക്തിയോടെ ആരാധിക്കുകയും ഭക്തിയിൽ മുഴുകുകയും ചെയ്യുന്നു. ശ്രീരാമൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കഥകൾ ഇന്നും നമ്മെ പ്രചോദിപ്പിക്കുന്നുണ്ട്. രാമജന്മഭൂമി അയോധ്യയിൽ ശ്രീരാമൻ്റെ മഹത്തായ ക്ഷേത്രം ഉദ്ഘാടനത്തിനൊരുങ്ങുകയാണ്. രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം ജനുവരി 22 നടക്കും. ഈ വേളയിൽ ശ്രീരാമനുമായി ബന്ധപ്പെട്ട് അധികം ആർക്കും അറിയാത്ത ചില രഹസ്യങ്ങൾ പറയാം. മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ 7ാമത്തെ അവതാരമായി ശ്രീരാമനെ കണക്കാക്കപ്പെടുന്നു. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി എന്നിവയാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ. ബലരാമനെ ഒഴിവാക്കി പകരം ചിലർ ബുദ്ധനെ ഉൾപ്പെടുത്തുന്നതായി കണ്ടിട്ടുണ്ട്. ത്രേതായുഗത്തിൽ ജനിച്ചതിനാൽ ഇന്ന് മനുഷ്യരൂപത്തിൽ ആരാധിക്കപ്പെടുന്ന ഏറ്റവും പുരാതന ദേവനാണ് ശ്രീരാമൻ. ഏതാണ്ട് 13 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ത്രേതായുഗം അവസാനിച്ചുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ത്രേതായുഗത്തിലെ ശ്രീരാമനെ കൂടാതെ മഹാവിഷ്ണു വാമനനായും പരശുരാമനായും അവതാരമെടുത്തിരുന്നു. അതുപോലെ സൂര്യൻ്റെ പിൻഗാമിയായി കണക്കാക്കപ്പെടുന്നു. ഇക്ഷ്വാക രാജവംശത്തിലാണ് ശ്രീരാമൻ ജനിച്ചത്. സൂര്യദേവന്റെ മകനായ ഇക്ഷ്വാക രാജാവ് സ്ഥാപിച്ചതാണ് ഈ വംശം. അതുകൊണ്ട് ശ്രീരാമനെ സൂര്യവംശി എന്ന് വിളിക്കുന്നുണ്ട്. ജൈനമതത്തിലെ തീർത്ഥങ്കര നിമിയും ഇക്ഷ്വാക വംശത്തിൽപ്പെട്ട ഒരാളായിരുന്നു. വിഷ്ണു സഹസ്രനാമം എന്ന പുസ്തകത്തിൽ വിഷ്ണുവിൻ്റെ 1000 പേരുകൾ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. ഈ പട്ടിക പ്രകാരം വിഷ്ണുവിൻ്റെ 394ാമത്തെ പേരാണ് രാമൻ എന്നുള്ളത്. വസിഷ്ഠ മഹർഷിയാണ് ശ്രീരാമൻ എന്ന നാമം നൽകിയത്. വസിഷ്ഠൻ്റെ അഭിപ്രായത്തിൽ രാമൻ എന്ന വാക്ക് അഗ്നിബീജം, അമൃതബീജം എന്നിവ ചേർന്നതാണെന്ന് പറയുന്നു. ഈ അക്ഷരങ്ങൾ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ശക്തി നൽകുന്നു. രാമൻ എന്ന പേരിൻ്റെ അർത്ഥം അനുയോജ്യമായ തത്വങ്ങളിൽ ജീവിക്കുക എന്നതാണ്. രാമൻ്റെ പേര് 3 പ്രാവശ്യം ചൊല്ലുന്നത് 1000 ദേവന്മാരുടെ പേരുകൾ ഉച്ചരിക്കുന്നതിന് തുല്യമായ കൃപ നൽകുന്നു എന്നാണ് പരമശിവൻ പറഞ്ഞതായി മഹാഭാരതത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് പുരാണ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ യുദ്ധത്തിൽ ശ്രീരാമൻ പരാജയപ്പെട്ട ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. കാശിയിലെ രാജാവായ യയാതിയെ സംരക്ഷിക്കാൻ ഹനുമാൻ ശ്രീരാമനുമായി യുദ്ധം ചെയ്തു. ഋഷി വിക്രമാദിത്യൻ്റെ കൽപ്പന പ്രകാരം കാശി രാജാവിനെ വധിക്കാൻ ശ്രീരാമനും എത്തി. യുദ്ധത്തിൽ കാശി രാജാവിനെ സഹായിക്കാൻ ഹനുമാനും. ശ്രീരാമനുമായുള്ള യുദ്ധത്തിനിടെ ഹനുമാൻ ശ്രീരാമനാമം ജപിക്കുവാൻ തുടങ്ങി. ഈ കാരണത്താൽ ശ്രീരാമൻ്റെ അമ്പുകൾ ഹനുമാനെ പോർലേൽപ്പിച്ചില്ല. തമിഴ്നാട്ടിലെ രാമേശ്വരം മുതൽ ശ്രീലങ്കയിലെ മാന്നാർ വരെ വാനരസേനയാണ് രാമസേതു നിർമ്മിച്ചത്. ഈ പാലത്തിൻ്റെ നീളം ഏകദേശം 30 കിലോമീറ്റർ ആയിരുന്നു. ഇത് 6 ദിവസത്തിനുള്ളിൽ നിർമ്മിച്ചതാണ്. അതുപോലെ ശ്രീരാമനെ തട്ടിക്കൊണ്ടുപോയ ഒരു കഥയുണ്ട്. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയ വിവരം എല്ലാവർക്കും അറിയാം. എന്നാൽ രാവണൻ്റെ സഹോദരൻ അഹിരാവൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും തട്ടിക്കൊണ്ടുപോയി. എന്നാൽ ഹനുമാൻ അഹിരാവനെ വധിക്കുകയും ശ്രീരാമനെയും ലക്ഷ്മണനെയും മോചിപ്പിക്കുകയും ചെയ്തു. ശ്രീരാമൻ 10,000 വർഷം അയോധ്യ ഭരിച്ചുവെന്ന് പറയപ്പെടുന്നു. ഈ സുവർണ കാലഘട്ടം രാമരാജ്യം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ചോ എന്നതിനൊരു ഉത്തരം ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ചതായി രാമായണത്തിൽ ഉത്തരകാണ്ഡത്തിൽ വിവരിക്കുന്നുണ്ട്.
ബുദ്ധമത കാലഘട്ടത്തിലാണ് രാമായണത്തിലെ ഉത്തരകാണ്ഡം ചേർത്തതെന്ന് പറയപ്പെടുന്നു. കാരണം യഥാർത്ഥ രാമായണത്തിൽ ഉത്തരകാണ്ഡത്തെക്കുറിച്ചൊരു പരാമർശമില്ല. ഇതിലെല്ലാം ലങ്കയിലെ വിജയത്തിന് ശേഷം രാമായണം അവസാനിക്കുന്നു. അതുപോലെ സീതാദേവി ഭൂമി പിളർന്ന് ഭൂമിയിലേക്ക് ചേർന്ന് ശരീരം ഉപേക്ഷിച്ചപ്പോൾ ശ്രീരാമൻ സരയൂ നദിയിൽ ജലസമാധി നടത്തി ഭൂമിയിലെ വാസം ഉപേക്ഷിച്ചുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ശ്രീരാമനെ മര്യാദാ പുരുഷോത്തമൻ എന്ന് വിളിക്കുന്നു. അതായത് എല്ലാം തികഞ്ഞ മനുഷ്യൻ, അല്ലെങ്കിൽ സ്വയം നിയന്ത്രണത്തിൻ്റെ ഒരു സംഗ്രഹം. ശ്രീരാമനെ ആരാധിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ. ശ്രീരാമനെ ആരാധിക്കുന്നത് പ്രപഞ്ച സംരക്ഷകനായ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതിന് തുല്യമാണ്. അദ്ദേഹത്തിൻ്റെ സൽപ്രവർത്തികളെ പിന്തുടരുന്ന ഭക്തന് പല മടങ്ങ് ദൈവാനുഗ്രഹം ലഭിക്കുന്നു. സ്വാർത്ഥതയില്ലാത്ത ജീവിതം നയിക്കുന്നത് ധർമ്മത്തിൻ്റെയും നീതിയുടെയും ഉന്നതി നേടാൻ അവരെ സഹായിക്കും. ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ ശ്രീരാമദേവനെ ആരാധിച്ചാൽ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടാവുന്നതാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാലയളവിൽ 108 തവണ ശ്രീരാമസ്തുതി ചൊല്ലാം. അല്ലെങ്കിൽ ദിവസം മുഴുവനും അദ്ദേഹത്തെ ആരാധിക്കാം. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഈ വഴി സഹായകമാണ്. അതുപോലെ വിവാഹിതരാകാത്ത പുരുഷന്മാരോ സ്ത്രീകളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ദാമ്പത്യ ജീവിത പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാമനാമം ചൊല്ലാം. ഇത് അത്ഭുതകരമായ ഫലം നൽകും. ഇത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും നീക്കും. ജോലി അല്ലെങ്കിൽ ബിസിനസ്സിൽ വിജയം നേടുന്നതിനും അല്ലെങ്കിൽ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ നീക്കുന്നതിനുമായി ശ്രീരാമപ്രഭുവിൻ്റെ നാമം ചൊല്ലാവുന്നതാണ്. വിദ്യാഭ്യാസത്തിനും ഏകാഗ്രതയിലോ വിദ്യാഭ്യാസത്തിലോ നിങ്ങൾക്ക് പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ രാമനാമം ചൊല്ലാം. കുട്ടി ചെറുതാണെങ്കിൽ അവരുടെ മുമ്പിൽ ഈ പേര് ചൊല്ലാം. കുട്ടിയുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കും. അതുപോലെ സാമ്പത്തിക പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ ശ്രീരാമനെ ആരാധിക്കാം. അർദ്ധരാത്രിയിൽ നിങ്ങൾ 108 തവണ രാമനാമം ചൊല്ലുന്നത് ഗുണം ചെയ്യും. നിങ്ങൾ ശ്രീരാമൻ്റെ ഏതെങ്കിലും പേര് ചൊല്ലി ആരാധിക്കുകയാണെങ്കിൽ നിങ്ങൾ തുളസിമാല ഉപയോഗിക്കുന്നത് വളരെ ഗുണം ചെയ്യും.